നിങ്ങൾ ഏതെല്ലാം ഇടവകളിൽ നിന്നുള്ളവരാണ്? അബുദാബിയിൽ നിന്ന് ഹൗ മെനി ഹാൻഡ്സ് അപ്പ്? 6 hands down. Dubai. 2 3 Dubai പിള്ളേരില്ല. ഷാർജ. Then Rasul Khaimah. Then Align. Yes, sir. Okay. How did you spend all these days here, and what did you feel about it? Bible. Bible class ആയിരുന്നു. 8 ദിവസം 8. ആ പിന്നെ പാട്ട്. It was an honor to be with Old Seminary Kottayam. First ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു. ഏറ്റവും ബഹുമാനായ അച്ഛൻ യുവർസിൻ്റെയും ഗുരുനാഥനാണ് പഠിപ്പിച്ചു. രണ്ടാമത്തെ ദിവസം പാമ്പാടി നേരെ പോകാൻ സാധിച്ചു. 2 പരിശുദ്ധ തിരുമേനിമാരുടെ കബറുകൾ കാണാൻ പറ്റി. പിന്നീട് തുടർന്നായ ദിവസങ്ങളിൽ ശാസ്താംകോട്ട ഏഞ്ചൽ ബാബയുടെ കബറുകൾ കാണാൻ പറ്റി. കരിമില്ലപ്പള്ളി പോയി ഒസത്തി സിനിമയുടെ കബറും കണ്ടു. സെൻറ്റ് പോൾസ് സന്ദർശിച്ചു. പിന്നെ തുടർന്ന് ഇത്രയും ദിവസങ്ങളിൽ ക്ലാസ്സുകൾ മാത്രമായിരുന്നു. ടി ജെ അച്ഛൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ് എന്ന് പറഞ്ഞാൽ മോർണിംഗ് എത്ര മണിക്കൂർ ക്ലാസ് എടുക്കുമായിരുന്നു? ജോഷത്തിന് 3 മണിക്കൂർ ക്ലാസ് ഉണ്ടായിരുന്നു. ടീ ബ്രേക്കും അതിന് ശേഷവും ലഞ്ചിന് ശേഷവും ജോഷത്തിന് ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ മ്യൂസിക് ക്ലാസ് ഉണ്ട്. എം ബി ജോർ അച്ഛൻ്റെയും ജി ബി എച്ച്ൻ്റെയും ഷൈജു അച്ഛനും പിന്നെ ഇവൻസിന് നേരിലുള്ള സക്രിയൻ എന്ന അച്ഛൻ്റെയും ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ ഓത്തോമസ് അച്ഛൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. ഇന്ന് എബ്രഹാം തോമസ് അച്ഛൻ്റെ ക്ലാസ്. Generally speaking, this is very effective. Yes. Am I right? Yes. നിങ്ങൾ തിരിച്ചു പോകുന്നത് എന്നാണ് നിങ്ങളുടെ അല്ല ഗൾഫിലേക്ക്? സെപ്റ്റംബർ. ഇപ്പോഴ് പേരൻസ് ഒക്കെ കേരളത്തിലുണ്ടോ? നിങ്ങളുടെ എല്ലാവരും ഉണ്ട്. ലീവിന് വന്നതാണ്. ഇപ്പോൾ അവിടെ പിന്നെ വെക്കേഷനായി. ഓക്കെ. അപ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ സഭയെക്കുറിച്ച് മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ? ആ, ഇത് സഭയുടെ ഇതാണ് സഭയുടെ കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കുട്ടികളും അതുപോലെ തന്നെ നമ്മുടെ പ്രായമുള്ളവരും ഒക്കെ ലോകത്തിൻ്റെ ഏത് മൂലയിൽ ആയിരുന്നാലും അവർക്കെല്ലാം സഭയോടും ദൈവത്തോടും അവർ നാളിതുവരെ ആചരിച്ച് അനുഷ്ഠിച്ചു വരുന്ന വിശ്വാസത്തോടും ഏറെ തീക്ഷ്ണതയുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം ഉളവാക്കുന്ന ഒരു അനുഭവമാണ്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലുള്ള കുടുംബങ്ങളും വിശ്വാസികളുമാണ് ഇക്കാര്യത്തിൽ ഏറ്റവും ഉത്സാഹം കാണിക്കുന്നത് എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഇത് തോന്നുന്നത്. അമേരിക്ക യൂറോപ്പിനേക്കാളും കൂടുതൽ ഇക്കാര്യത്തിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത് ഗൾഫ് മേഖലയിലുള്ള കുഞ്ഞുങ്ങളാണ്. തീർച്ചയായും ഇത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു മുതൽക്കൂട്ടായി തീരും. കാര്യം അവിടെയുള്ള പിന്നെ ഒരു കുറഞ്ഞ ശതമാനം കുട്ടികൾക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ എന്നാലും അത് നിങ്ങളുടെ വരും കാല ജീവിതത്തിൻ്റെ ഓർമ്മകളിലൂടെ നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ മനസ്സിനുള്ളിൽ ചില മുദ്രകൾ ചാർത്തിക്കാണും. ആ മുദ്രകൾ എന്നും നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും പല കാര്യങ്ങളും. അത് സഭയുടെ വിശ്വാസ വിഷയങ്ങളിൽ സഭയെക്കുറിച്ച് അതുപോലെ തന്നെ ജീവിതത്തിൽ പാലിക്കേണ്ട ചില മൂല്യങ്ങൾ അതൊക്കെ നിങ്ങൾ ഇന്നും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു മുദ്ര അത് നിങ്ങളുടെ ഹൃദയങ്ങളിലൊക്കെ പ്രിന്റ് ചെയ്ത് ഇപ്പോൾ അവിടെ സ്ഥിരപ്രതിഷ്ഠ നേടിക്കാണും എന്നാണ് എൻ്റെ വിചാരം. അതൊക്കെ അവിടെ സ്ഥിരമായി
നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇന്ന് ലോകം ഒരു ഗ്ലോബൽ ലെവലിൽ അതേസമയം കൊണ്ട് അതിൻ്റെ ഏരിയ വൈസിൽ ചെറുതാവുകയും എന്നാൽ ഒരു ഗ്ലോബൽ കൺസെപ്റ്റ് നമ്മളെല്ലാ കാര്യങ്ങളും വരികയാണ്. അമേരിക്കയിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ ഇംഗ്ലണ്ടിലോ ഓസ്ട്രേലിയയിലോ ഒക്കെ ഉള്ള കാര്യങ്ങളും നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ പെട്ടെന്ന് നമ്മൾ അറിയുകയും അതിനോടൊക്കെ കൂടുതൽ മേർജിങ് വന്നുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക ഭദ്രത 100 വർഷങ്ങൾക്ക് മുമ്പുള്ളതിനേക്കാളും കൂടുതൽ ഇന്നുണ്ട് എന്നൊരു വസ്തുതയാണ്. പക്ഷേ മെറ്റീരിയൽ പ്രോസ്പെരിറ്റി എവിടെ ഉണ്ടാകുന്നുവോ അവിടെ ഒരു സ്പിരിച്വൽ ഡിറ്റീരിയോറേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉണ്ടായി എന്ന് ഞാൻ പറയുന്നില്ല. ദർ ഈസ് എ പോസിബിലിറ്റി ഫോർ സ്പിരിച്വൽ ഡിറ്റീരിയോറേഷൻ വേർ economic prosperity in high degrees. ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങൾ ഇക്കണോമിക് ലെവലിൽ വളരെ സമർത്ഥമാണ്, പ്രോസ്പെരിറ്റി ഉള്ള രാജ്യങ്ങളാണ്. എന്നാൽ ദരിദ്ര രാജ്യങ്ങളിലുള്ള മൂല്യബോധം പലപ്പോഴും പ്രോസ്പെരിറ്റി ഉള്ള രാജ്യങ്ങളിൽ കാണുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജേർണലിസ്റ്റാണ്. നമുക്കറിയാം, നമുക്ക് ഒരു വലിയൊരു വിഷയം ഉണ്ടായപ്പോൾ തന്നെ നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ സഭ മക്കൾക്ക് വേണ്ടി, നമുക്ക് എല്ലാവർക്കും വേണ്ടി തിരുമേനി ഉപവാസം അനുഷ്ഠിച്ച് അവിടെ ജീവിക്കുകയായിരുന്നു. അപ്പോഴൊക്കെ ഞങ്ങളുടെ ശാസ്ത്രത്തിൽ പലരും തിരുമേനിയുടെ ആരോഗ്യനില അറിയാൻ വേണ്ടി ഷമാസിനെ വിളിക്കുമായിരുന്നു. ഷമാസിനെ ഞങ്ങൾക്ക് അവിടെ പരിചയമുണ്ട്. ഞങ്ങൾ അവിടുത്തെ കെയർടേക്കറിൻ്റെ ഒക്കെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ എപ്പോഴും വിളിച്ച് ചോദിക്കും തിരുമേനിയുടെ ആരോഗ്യനില എങ്ങനെ ഉണ്ടെന്നൊക്കെ. അത്രമാത്രം നമ്മളെ എല്ലാവരെയും സ്നേഹിക്കുന്ന, സഭയെ സ്നേഹിക്കുന്ന ഒരു തിരുമേനിയാണ് നമ്മളെ നയിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ നയിക്കുന്ന നമ്മുടെ പരിശുദ്ധ കത്തോലിക്കസഭ എല്ലായ്പ്പോഴും നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും ആയുസ്സും ആരോഗ്യവും ദൈവം കൊടുക്കട്ടെ. നമ്മളിപ്പോൾ ഓർമ്മിപ്പിച്ച ഒരു ചിന്താ വിഷയം പരസ്പര സ്നേഹം. പരിശുദ്ധ പൗലോസ് ഓർമ്മിക്കുന്ന പോലെ പരസ്പര സ്നേഹവും പരസ്പര വിശ്വാസവും സഭയോടുള്ള സ്നേഹവും എന്നും നമ്മൾ ഈ പ്രായത്തിൽ മാത്രമല്ല, ഈ നിൽക്കുന്നതിന് ഏറ്റവും മുതിർന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ കുഞ്ഞനിയൻ അവരോടും അനുജിത്യമാരോടും എനിക്ക് ഇത്രേ പറയാനുള്ളൂ. സഭയെ സ്നേഹിക്കുക, പരസ്പരം സ്നേഹിക്കുക. സഭയ്ക്ക് വേണ്ടി ജീവിച്ച പിതാക്കന്മാരൊക്കെ നമ്മൾ കണ്ടു. സെമിനാരിയിൽ പോയി, ദേവലോകത്ത് വന്നു, പല പള്ളികളിലും പോയി സഭയ്ക്ക് വേണ്ടി ജീവിച്ച ഒരു മഹത്തായ പിതാക്കന്മാരുടെ അടുത്ത തലമുറയാണ് നമ്മൾ ഇനിയും നമ്മുടെ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് നല്ല ജീവിതം അവർക്ക് വേണ്ടി അവരുടെ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് തിരുമേനിമാരുടെ ഒക്കെ പാഠങ്ങൾ പഠിച്ച് അവരുടെ പാതകളിലൂടെ നടന്ന് നല്ലൊരു സഭയുടെ മക്കളായി തീരുവാൻ നമുക്ക് സാധിക്കട്ടെ. തിരുമേനിയുടെ പ്രാർത്ഥന ഞങ്ങൾ എല്ലാവരുടെയും മേൽ ഉണ്ടായിരിക്കണം. ഞങ്ങൾ എല്ലാവരും ടീനേജേഴ്സാണ്, എല്ലാ 11th-ലും 12th-ലും പഠിക്കുന്നവരുണ്ട്. തിരുമേനിയുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ഉണ്ടായിരിക്കണം. തിരുമേനി കാണാൻ സാധിച്ചു വളരെയധികം സന്തോഷമുണ്ട്. തിരുമേനി ഷാർജയിൽ നവംബർ മാസം വരുന്നുണ്ട്. ഞങ്ങൾ അവിടെ വളരെ ഗംഭീരമായ പരിപാടികളും ഒക്കെയാണ് ഒരുക്കുന്നത്. അവിടെ എൻജോ സിസ്റ്റത്തിന്റെ വക ഒരു എക്സിബിഷനും ഒരു പുസ്തകം ഇറക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. സകല വാങ്ങിപ്പോയ പിതാക്കന്മാരുടെയും ഫോട്ടോകളും അവരുടെ ചരിത്രങ്ങളും വെച്ച് ഈ ടീനേജേഴ്സ് ഇംഗ്ലീഷിൽ ഒരു പുസ്തകം ഇറക്കുന്നുണ്ട്. അത് വളരെ പ്രയാസമുണ്ട്. തിരുമേനി വരുന്നു എന്നാണ് തിരുമേനി ഉൾക്കാണ്ട് ഞാൻ അവിടുത്തെ സെക്രട്ടറിയാണ്. തീർച്ചയായിട്ടും ആ പുസ്തകം തിരുമേനിയുടെ കയ്യിൽ നിന്ന് വാങ്ങണമെന്നാണ്. അവിടുത്തെ എല്ലാവരുടെയും ഉദ്ഘാടനം തിരുമേനി നടത്തണമെന്നാണ്. ദൈവം അതിന്റെ അവസരം ഒരുക്കട്ടെ. തിരുമേനി വലിയൊരു ഇൻസ്പിറേഷനാണ് എല്ലാവർക്കും. തിരുമേനിക്ക് ആയുസ്സും ആരോഗ്യവും സർവശക്തനായ ദൈവം തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവരുടെ എല്ലാവരുടെയും നാമത്തിൽ ഞാൻ നന്ദി സ്നേഹിക്കുന്നു. Thank you, my